വേൾഡ് ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പ്രിയ ജാക്സൺ ബ്രദറുമായി ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് വീണ്ടും കൂടി വന്നിരിക്കുകയാണ്. അദ്ദേഹം തന്നെ അത് പറയും. ഇന്ന് കൂടി വന്നതിൻ്റെ ചില കാര്യങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും ദൈവവചന അടിസ്ഥാനത്തിൽ നമുക്കത് ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സമ്പന്നത, ദാരിദ്ര്യം. ഇന്ന് ആത്മീയതയുടെ അളവുകോൽ പലപ്പോഴും ഇതിനാൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ വരെ ആകുന്നുണ്ട്. ദൈവം സമ്പന്നനിലാണോ പ്രസാദിക്കുന്നത്, അതോ ദാരിദ്ര്യത്തിലാണോ പ്രസാദിക്കുന്നത്? ഇതൊന്നും അല്ലാതെ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ ഇത് ഏതിലാ? സമ്പന്നതയിലായിട്ട് ജീവിക്കണോ അതോ ദാരിദ്ര്യനായിട്ട് ജീവിക്കണോ? ഏതിനാണ് ദൈവഭക്തിയോട് കൂടുതൽ ജീവിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ദൈവം നമ്മളിൽ പ്രസാദിക്കുന്ന അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പന്നതയോ നമ്മുടെ ദാരിദ്ര്യമോ അല്ല. വേദോസ്തവം പറയുന്നുണ്ട്, നിഗളികളോട് ദൈവം എതിർക്കുന്നു, താഴ്മയുള്ളവർക്ക് ദൈവം കൃപ ലഭിക്കുന്നു. അപ്പം അതിനകത്ത് ഈ ഒരു അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസഗോളങ്ങളിൽ പലപ്പോഴും സംശയമുള്ളൊരു കാര്യം ബ്രദർ ചോദിച്ചു. കാരണം നമ്മുടെ ആദിമ സഭകളിൽ അന്ന് അവരിൽ ഒന്നുമില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും പല കാര്യങ്ങളിലും വലിയൊരു കടുത്ത ദാരിദ്ര്യമായിരുന്നു പിതാക്കന്മാരുടെ. എന്നാൽ ഇന്ന് നമുക്ക് തന്നെ അറിയാം, ആ വ്യവസ്ഥിതികളെല്ലാം മാറി അല്ലേ? അതിൻ്റേതായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇന്നും പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവരുണ്ട്. അവർക്ക് വേണം. ഇപ്പം നമുക്ക് ആ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് ചിലർ കാലിൽ ചെരുപ്പിട്ടില്ല, അല്ലെ ജീർണിച്ച വസ്ത്രം. അപ്പം അതിൽ ദൈവം എന്താണ് പറയുന്നത്? ദൈവം നമ്മളിലങ്ങ് ഒത്തിരി പ്രസാദിക്കും എന്നൊരു ചിന്താഗതിയുണ്ട്. എന്നാൽ ഇന്ന് വേറൊരു സംഭവം പറയുന്നുണ്ട്. എന്താ പറയുക? ഒത്തിരി സമ്പന്നത എന്ന് പറഞ്ഞാൽ ദൈവ പൈതലാണെങ്കിൽ നമ്മളെന്തോ അടിച്ചു പൊളിച്ച് അതാ ഭയങ്കര നമ്മൾ ആരുടെ മോന ഇതെല്ലാം ദൈവം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോ വചനത്തെയോ അതിന്റെ ശക്തി അല്പം കുറഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ശക്തി എന്ന് ഭാഷ ഉദ്ദേശിച്ച അതിന്റെ പ്രാധാന്യത. ഇപ്പൊ വചനത്തിന് പ്രാധാന്യമുള്ളിടത്ത് വേറൊന്ന് വരുമ്പോ വചനത്തിന്റെ എന്തോ അതിന് പറയുന്നത്, അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കും. കർത്താവ് എന്താ പറഞ്ഞേ? മുൻപേ രാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പം അതിന്റെ ആ ശക്തി അവിടെ കുറയും. ആ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടെ ഇതൊക്കെയും വരുമെന്ന്. നമ്മളിപ്പോൾ അന്വേഷിക്കുന്ന പലപ്പോഴും മാറിപ്പോയി. ഇതൊക്കെയും എന്ന് പറയുന്ന അതിലോട്ട് ഫോക്കസ് ചെയ്യുക. വേദപുസ്തകം നമുക്കറിയാം, 23-ാം സങ്കീർത്തനം പറയുന്ന എവരി ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു ഓൾ ദി ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. നമ്മൾ അതിന്റെ പുറകെ പോകണ്ട. ദൈവം ഇടയനായിരിക്കുന്ന കണ്ട പരിശുദ്ധ മാതാവ് വെളിപ്പെടുന്നത്. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകും, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അങ്ങനെയാണെങ്കിൽ വി ഷാൽ നോട്ട് വാണ്ട്. അപ്പം ദൈവം എനിക്ക് ഒരു ഇടയനായി, എനിക്കൊരു കർത്താവ് ഉണ്ട് എന്ന് ഒരാൾക്ക് ബോധ്യം വന്നാൽ അവരിലേക്ക് ദൈവിക നന്മകൾ വരും, അനുഗ്രഹങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്ത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവരിലേക്ക് നന്മകൾ വരുമെന്ന്. നമുക്കറിയാം, ഒരുപാട് ആൾക്കാർക്ക് നന്മകൾ വരുന്നില്ല. അവർ വളരെയധികം സാമ്പത്തികമായിട്ട് വളരെ ആത്മാർത്ഥതയോട് ദൈവത്തെ സേവിക്കുന്നവരും ഈ മാർഗത്തിൽ അവർ ഇന്നും ദാരിദ്ര്യത്തിൽ നിൽക്കുന്നു. അത് ദൈവം അവർക്കൊന്നും കൊടുക്കാത്തതാണോ? ഒരു സൈഡിൽ അവർ ആത്മീയതയായിട്ട് പറയുന്നുണ്ട്, ദൈവം ഞങ്ങൾക്കൊന്നും തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇതെല്ലാം ദൈവത്തോട് കൂടുതൽ ചേർന്ന് നടക്കാൻ ഇടയായി എന്നൊക്കെ പറയുന്നു. അതിലെത്രത്തോളമാണ്? അത് ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ്റെ ഒക്കെ വന്നേ, അദ്ദേഹം ഭൂമിയിലില്ല. അദ്ദേഹമേ നോർത്ത് ഇന്ത്യ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആരോ പറഞ്ഞ് നമ്മുടെ ഒരു കൂട്ടായ്മയ്ക്ക് വന്നതാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 60 വയസ്സിന് മേലുള്ള ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം എന്നോട് ഏതാണ്ട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, പാസ്റ്ററെ, ദൈവം എനിക്കൊരു വീട് തന്നില്ല. ദൈവം എനിക്ക്, ശ്രദ്ധിക്കണം നമ്മൾ പറയുന്നത്, എനിക്കൊരു വീട് തന്നില്ല. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തെ നോക്കി, അദ്ദേഹത്തിൻ്റെ കണ്ണുനീരല്ല വരുന്നത്, ഒരു ചോര പോലെ വരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബ്രദറെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ സഹോദര അല്ലെ ജ്യേഷ്ഠ സഹോദര, നിങ്ങൾക്ക് ദൈവം വീട് തരാതിരുന്നതല്ല. ദൈവത്തെ സ്വീകരിക്കുന്നവർക്ക് ഈ വാഗ്ദത്തങ്ങളെല്ലാം ഉണ്ട് അല്ലേ? അപ്പം നമ്മളെ എടുക്കുന്ന മനോഭാവം ബ്രദറെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരാളിൽ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് മീതെ ദൈവം ഒന്നും ചെയ്തില്ല. ഞാനതിന് ഉദാഹരണം പറയാം. പൗലോസിന്റെ മനോഭാവം എന്തായിരുന്നു? പുറമേ ഉള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ
അല്ലേ? ഒരു മനോഭാവം കണ്ടായിരുന്നല്ലോ. യോഹന്നാന്റെ മനോഭാവം എന്തായിരുന്നു? പ്രിയനെ നിന്റെ ആത്മാവ് ഗായസിന് എഴുതാന്തോ, ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണം. അപ്പൊ ഒരാൾ പറയും എനിക്ക് ഒന്നും വേണ്ട, ദൈവത്തിന് വിരോധമില്ല. ഒരാൾ വേണോന്ന് പറഞ്ഞാൽ അവർക്കും കൊടുക്കാം. ഞാൻ അതിനൊരു ഉദാഹരണം ഞാൻ ബ്രദറിനോട് പറയാം. ഒരു സമ്പന്നനായ ഒരു വ്യക്തിയുടെ കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ചു. സമ്പന്നനെന്നല്ല, ഒരു നല്ല രീതിയിൽ ഒരു വിവാഹം നമ്മളെ ക്ഷണിച്ചു. അപ്പം നമ്മൾ അതിന് പോയി അറ്റൻഡ് ചെയ്തു. എല്ലാ അനുഗ്രഹമാണ്. അതിനുശേഷം ഞാൻ ആ ഭക്ഷണ തീന്മേശർ അവിടോട്ട് ചെല്ലുമ്പോൾ അവിടെ ബുഫേ സിസ്റ്റമാണ്. അവിടെ ഇങ്ങനെ എല്ലാ വിഭവങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ്? എല്ലാ വിഭവങ്ങളിലും ഒരാൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു 500-ലധികം അല്ല 1000-ലധികം പേരെ ആയിരിക്കാം ക്ഷണിച്ചത്. പക്ഷെ അവർ ഓരോരുത്തരുടെയും ഈച്ച് പേഴ്സൺ അല്ലേ, അവർക്ക് ഓരോ ബില്ലിംഗ് ഉണ്ട് അല്ലേ, ഇൻഡിവിജ്വല്. ഒരാൾ പറയുക എനിക്ക് ഭക്ഷണം വേണ്ട, എന്നെ കല്യാണത്തിന് ക്ഷണിച്ച് ഒന്ന് കണ്ടിട്ട് കല്യാണങ്ങൾക്ക് പലരും വന്ന് പോകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേണ്ട, ഒന്നേ അവരുടെ തിരക്കുണ്ടായിരിക്കും. അല്ലേ ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അവർ ഒന്നേ ചിലപ്പോൾ ഒരു ജ്യൂസോ അല്ലെ എന്തെങ്കിലും ഒരു സ്നാക്സ് അല്ലേ, ഒരു മധുരം കഴിച്ചിട്ട് അവരങ്ങ് പോകും. എന്നാൽ ചിലര് ഒന്ന് കഴിച്ചിട്ട് വേറൊന്ന് കഴിക്കാത്തവരുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ മൊത്തം നടന്നൊന്ന് വാച്ച് ചെയ്തിട്ട് അവർക്ക് വേണ്ടത് അല്പാൽപ്പം കഴിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഹൗസ് ഓണറെ സംബന്ധിച്ച് അവരൊരാളെ കുറിച്ച് ഇന്ന ആള് വന്നു എന്നുള്ളതിന് അവർ പൊതുവായിട്ട് എന്തോ പറയുന്നൊരു വാക്കെന്തോ, ഇന്ന ആള് വന്നു ഭക്ഷണം കഴിക്കാനൂടെ സഹകരിക്കുന്ന ഒരു സന്തോഷമാണ്. ഇപ്പം നമുക്കൊരു എൻ്റെ അടുക്കൽ ഒരാൾ എൻ്റെ ഒരു കുഞ്ഞിൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ട് എന്നോട് പറയുമോ, പക്ഷേ എനിക്ക് തിരക്കൊണ്ട് പോവാണ്. ശരിയാ, നമുക്കൊരു കുഴപ്പമില്ല. എന്നാൽ പോലും നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നവരല്ലേ നമുക്ക് സന്തോഷം ആണല്ലോ. അപ്പം എന്തുമാത്രം ക്വാണ്ടിറ്റി അല്ലെ ഏതൊക്കെ ഫുഡ് കഴിച്ചു എന്നുള്ളതല്ലാണ് വിഷയം. അവരെ ക്ഷണിച്ചതിന് വന്നു അല്ലേ. അപ്പൊ യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിലൂടെ ജീവനും ഭക്തിക്കും ഉള്ളതെല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് അപ്പം നമ്മുടെ ഒരു ചോയ്സ് ആയിട്ടാണ് ഭാഷ പറയുന്നത്. നമ്മള് അല്ലെ നമ്മുടെ മനോഭാവം, നമുക്ക് ദരിദ്രനായിട്ട് ജീവിക്കണേ വേണേ ജീവിക്കാം, സമ്പന്നനായിട്ട് ജീവിക്കണേ ജീവിക്കാം എന്നൊരു ചോയ്സ് എന്നുള്ള രീതിയിലാണോ? അല്ല, അത് ഞാൻ ചോദിച്ചോട്ടെ. ദരിദ്രനായിട്ട് ജീവിക്കാം, സമ്പന്നനായിട്ട് ജീവിക്കാൻ തുടങ്ങും. വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. ഇപ്പൊ പൗലോസ് പറയുന്നുണ്ട്, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി. അതേക്കുറിച്ച് എന്താന്ന് ബ്രദർ ചിന്തിച്ചിട്ടുണ്ട്? ആ ഒരു വചനത്തിൽ വെളിപ്പാടെന്തോ? അത് പൗലോസിന്റെ ഒരു മനോഭാവം. പൗലോസിന്റെ എന്നല്ല, നമുക്ക് വേണ്ട ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരു സംതൃപ്തി അവിടെ കാണിക്കുന്നു. കാരണം ആ ഒരു ദ്രവ്യാഗ്രഹം അവിടെ പറയുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുക, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് പറയുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? എനിക്കെല്ലാം ഉണ്ട്, ഞാൻ എല്ലാം ശീലിച്ചിരിക്കുന്നു, ദാരിദ്ര്യത്തിലിരിക്കാൻ അറിയാം, സമ്പന്നതയിൽ ഇരിക്കാൻ അറിയാം. ഇത് ബാലൻസ് ചെയ്തുള്ള ഒരു ആത്മീയ ജീവിതമായിരിക്കണം നമുക്ക്. ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്, അദ്ദേഹം ശക്തമായി കേരളത്തിലും പുറത്തും ഉപയോഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരിക്കൽ എയർപോർട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിപ്പാൻ ആളുണ്ട്. പെട്ടെന്ന് ഒരു കാറ് വരുന്നു, അദ്ദേഹത്തെ പെട്ടെന്നൊരു ഹോട്ടൽ കൊണ്ടുപോകുന്നു, പിറ്റേ ദിവസത്തെ ക്രൂസിനുള്ള ക്രമീകരണങ്ങൾ. വേറൊരിടത്ത് ചെന്നപ്പോൾ അദ്ദേഹം ട്രെയിനിനാണ് പോയത്. കാര്യം ഫ്ലൈറ്റിന് ടിക്കറ്റ് കൊടുക്കാൻ ഉള്ളതില്ല. അദ്ദേഹം ആ ട്രെയിനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ വിളിക്കാനും ആരുമില്ല, പിറ്റേ ദിവസം കണ്ടേ വരത്തുള്ളൂ. അപ്പം പെട്ടെന്ന് അദ്ദേഹം വൈഫിനോട് പറഞ്ഞത്, ന്യൂസ് പേപ്പറായിട്ട് നമുക്കിവിടെ കിടക്കാം. ശ്രദ്ധിച്ചോണം, നേരത്തെ പോയ ചിലപ്പോൾ 3 സ്റ്റാർ ഹോട്ടലായിരിക്കാം, അല്ലേ സാധാരണ നല്ലൊരു ഹോട്ടലായിരിക്കാം. അദ്ദേഹം പറയുന്നത് ഇതാണ് പൗലോസ് ബാലൻസ് ചെയ്ത് ചിന്തിക്കുന്നത്. ചിലരെനിക്ക് അനുഗ്രഹങ്ങളൊന്നും വേണ്ട, ചിലരെനിക്ക് ദാരിദ്ര്യം മാത്രം മതി, ചിലരാണ് എനിക്ക് അനുഗ്രഹം മാത്രം മതി. ഇതിനെയെല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഈ ബാലൻസ് ചെയ്യുന്ന പറയുമ്പോൾ ഇതിലേതാ ദൈവത്തിന് ഇഷ്ടം? നമ്മൾ ദാരിദ്ര്യത്തിലിരിക്കുന്നതാണോ? അങ്ങനെ ഒരു ചിന്തയുണ്ട്. വേദപുസ്തകം നമ്മൾ ശരിക്കും വളരെ നമ്മൾ പഠിച്ചാൽ, ലേഖനങ്ങളും സുവിശേഷങ്ങളും നമ്മൾ പഠിച്ചാൽ നമ്മളെ വലിയ സമ്പന്നരാക്കാമെന്നുള്ളൊരു തിയറി ഇല്ല അതിനകത്ത്. സമ്പന്നത വിശ്വാസവും നിത്യജീവനും പ്രത്യാശയും വചനത്തിലുള്ള സമ്പന്നതയുമാണ് ഏറ്റവും മുഖ്യമായിട്ട്. അതോടുകൂടെ തന്നെ വേദപുസ്തകത്തിലൊരു അനുഗ്രഹമുണ്ട് വ്യക്തമായി. വേണം ഇങ്ങനെ പറയാം, ഡിവൈൻ പ്രൊവിഷൻ. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിത്തൂണ് അല്ലേ. തീക്കൽ പാറയിൽ നിന്ന് അവരെ ജലം കൊടുത്തു. ദൈവം പട്ടിണിക്ക് ഇട്ടു അവരെ. ദൈവർക്ക് നല്ല സൂപ്പർ ഫുഡ് അവിടെ അടി കൊടുത്തു. ശിക്ഷയുണ്ട്, പുറകുറുക്കുമ്പോഴേ ശിക്ഷയുണ്ട്. നല്ല ഫുഡ് കൊടുത്തില്ലേ? കാടപ്പക്ഷി വേണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം കൊടുത്തില്ല. ഇറച്ചി വേണമെന്ന് പറഞ്ഞു, വെള്ളം വേണം. ദൈവം എന്തെങ്കിലും കുറവ് കൊടുത്തോ? കുടിപ്പാർപ്പുള്ള സ്ഥലം വരെ ദൈവം കൊടുത്തു. ഇന്ന് ഡിവൈൻ പ്രൊവിഷനുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആഹാരത്തിനായിട്ട് വിചാരപ്പെടേണ്ട അല്ലേ,
നിങ്ങൾ എന്ത് കുടിക്കും, എന്ത് കഴിക്കും, ഇതെല്ലാം തരുന്നുണ്ട്. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, സ്വർഗസ്വനായ പിതാവ് എല്ലാം തരുന്നു. ജാതികളെ പോലെ നിങ്ങൾ അതിന് വ്യാകുലപ്പെടണ്ട. പിന്നെ ഒരു കണ്ടീഷൻ പറയുകയാണ്, ഇതെല്ലാം തരാം, മുൻപേ ഇനി മുൻപേ രാജ്യവും നീതിയും അന്വേഷിച്ചില്ലേലും എല്ലാം തരാമെന്ന് പറഞ്ഞ ഒരാളുണ്ട് വേദത്തിൽ. ആരാന്നറിയോ? വീണ്ടും നമസ്കരിച്ചാൽ, നമ്മളിപ്പോ ലൂസിഫറിന്റെ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പറഞ്ഞല്ലോ, എല്ലാം തരാം. നീ കുരിശും വേണ്ട, കട്ടതയും വേണ്ട, രക്ഷയും വേണ്ട, സ്നാനവും വേണ്ട, ഒന്നും വേണ്ട, ഇതെല്ലാം തരാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് വേദപുസ്തകം മുഴുവൻ, ഞാൻ സത്യസന്ധമായിട്ട് വചനം സൃഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ പറയാം. വേദപുസ്തകം മുഴുവൻ നോക്കിയാൽ നമ്മുടെ ഈ ലോകത്തിലെ ഒരു വലിയ സമ്പന്നതയല്ല അവിടെ കർത്താവ് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മളെ നിറവിൽ ദൈവം നടത്തും. വേദപുസ്തകം പറഞ്ഞത് എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും പഴയ നിയമത്തിൽ അനുഗ്രഹത്തിനകത്ത് പറയുന്നില്ലയോ, വായ്പ വാങ്ങാൻ ഇടവരുത്തില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ കൊടുക്കാൻ സമൃദ്ധി തരുമെന്നാണ് പറഞ്ഞത്. കൊടുക്കാൻ ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥ. അത് പുതിയ നിയമമായിട്ട് ദൈവത്തിൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. എന്നാൽ ഈ ബ്രദർ ദാരിദ്ര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് കർത്താവ് ഒരു കാര്യം പറയുകയാണ്. ഈ ദാരിദ്ര്യത്തിനകത്ത് യേശു ക്രൂശിൽ നഗ്നനായിരുന്നു അല്ലേ? വേദപുസ്തകം അങ്ങനെ പറയുന്നു. അവന് നേരത്തോട് നേരം ഒന്നും കഴിച്ചില്ല, പട്ടിണി, പൈതാഹം, ശാപങ്ങളുടെ ലിസ്റ്റിലാണ് ദാരിദ്ര്യം. പഴയ നിയമത്തിൽ ശാപങ്ങളുടെ. അപ്പം അതിനാണ് പൗലോസ് ആ 2 അധ്യായം 2 കൊരിന്ത്യരിൽ പറയുന്നുണ്ട് 8-9 പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ അറിയുന്നുവല്ലോ. അവിടെ പറയുന്ന വേറെ ഒന്നുമല്ല. ആ സമ്പന്നത എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ് തന്നെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്നാൽ പോലും അത് മാത്രം ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ ബിബ്ലിക്കലല്ല. പക്ഷെ മുമ്പേ പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ വയലിലെ താമര എന്ന് പറയുന്നത് ശലോമോൻ തന്റെ സർവ്വ സമൃദ്ധിയിലും അതിന്റെ അത്രയും പോലും ചമഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി എത്രയധികം. അപ്പം അത് മെറ്റീരിയൽ ബ്ലെസ്സിങ് ആയിട്ട് അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ശലോമോന്റെ സമൃദ്ധി അതിഭയങ്കരമായ സമൃദ്ധിയാണ്. അപ്പം അത് ആ വാക്യത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്, ഈ ഭൂമിയിലെ ദൈവജനങ്ങൾ അല്ലെ ദൈവമക്കൾ അതുപോലെ ഫിനാൻഷ്യലി സമൃദ്ധി എന്നാണോ? അല്ല, കർത്താവ് പറഞ്ഞത് ഈ പുൽക്കൊടിക്ക് കൊടുത്തിരിക്കുന്ന സൗന്ദര്യം ദൈവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒന്നും സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ എന്നാ കയറുന്നത് എനിക്കറിയത്തില്ല. ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ അങ്ങനെ? ഞാനൊരു കലാകാരനോട് പറയാം, ഞാൻ അത്ഭുതപ്പെട്ടുണ്ട്. പുഷ്പങ്ങൾ ഒരു പുഷ്പത്തിന്റെ കളറല്ല വേറൊന്നിനല്ലേ എല്ലാം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇന്നുള്ളത്, ഈ പുൽക്കൊടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നു. അതിനെ ദൈവം ചമയിച്ചു. ഗ്ലോറി എന്ന് വെച്ചാൽ അതിന് കൊടുക്കുന്ന ഭംഗി ഭയങ്കരമാണ്. ശലോമോൻ പോലും, ശലോമോന്റെ ജ്ഞാനം കാണാനല്ലേ രാജ്ഞി വന്നതും അറിയാമല്ലോ. അവിടെ ദൈവം കൊടുത്ത മഹത്വം ഭയങ്കരമായിരുന്നു. അവൻ്റെ കൂടെയുള്ള ദാസന്മാരെ, വേലക്കാരെ, കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ. അപ്പം അവൾ അത്ഭുതപ്പെട്ടു പോയി അല്ലേ. അപ്പം അവൻ ശലോമോൻ പോലും ഇതിലൊന്നും ചമഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിക്ക് ദൈവം കൊടുത്ത സൗന്ദര്യം, നമ്മൾ ഈ ടൂറിനും പല സ്ഥലങ്ങളൊക്കെ നമ്മൾ അറിയുന്നില്ല ദൈവം കൊടുത്ത മനോഹരത സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. അപ്പം ഇത് ആകാശങ്ങളെ നോക്കിയാൽ അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ഇല്ലേ, സൂര്യചന്ദ്രാദികളെ നോക്കി വർണ്ണിപ്പിക്കുന്നു വചനം പറയുന്നില്ലേ, അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ മഹത്വത്തിനൊത്തുകൊണ്ട് അവനെ ആരാധിപ്പീൻ. അപ്പം ഇത്രയും എല്ലാം ചെയ്ത ദൈവത്തിന് ശലോമോൻ പോലും ഇതിൽ ഒന്നിനും പോലും ചമഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണമെങ്കിൽ ഏത് അർത്ഥത്തിലും നിന്നെ മാനിക്കാൻ കഴിയും അല്ലേ. ഇന്നുള്ളതാ. ഇപ്പൊ ദൈവമാണ് ചിന്തിച്ചാൽ പറയും, ഇന്ന് പോകുന്ന ഈ പുല്ല നാളെ ഇതില്ല. പക്ഷെ എന്നിട്ട് പോലും ദൈവം അതിന് മഹത്വം കൊടുക്കുന്നു. അപ്പൊ ദൈവം എല്ലാം തരും. പക്ഷെ നമ്മുടെ മനോഭാവത്തെയാണ് ഒടുവിൽ കൊണ്ടും പറയുന്നത്, മുൻപേ രാജ്യവും അവന്റെ രാജ്യം അന്വേഷിക്കണം. രാജ്യത്തിനോട് നിന്നാൽ ദൈവം മാനിക്കും. ഞാൻ ചോദിച്ചോട്ടെ, ഈ ദാരിദ്ര്യം നമ്മൾ പറയുന്ന കാര്യം പറഞ്ഞു, ഈ ദാരിദ്ര്യം പറയുന്ന ദൈവദാസന്മാരുണ്ട്, വിശ്വാസികളിലും ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവർക്കൊന്നും ധനം വേണ്ടായോ എന്നാണോ ബ്രദർ ചിന്തിക്കുന്നേ? ഇവര് വേണ്ട എന്ന് പറയുമെങ്കിലും ഇവരുടെ ഭവനങ്ങളും ഇവർ ജീവിക്കുന്ന ജീവിത ശൈലികളിലും എത്ര ലാളിത്യമുണ്ട്, എത്ര ലളിതമായ കാര്യങ്ങളുണ്ട്. ഞാനതിനകത്ത് പറഞ്ഞതിന്റെ കാരണം, ഞാൻ ഒരിക്കൽ വിദേശത്ത് 2015 ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ ചെല്ലുമ്പോൾ ധാരാളം ദൈവദാസന്മാരെ സൈഡിലിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു സുവിശേഷ അനുഭവത്തിലൂടെ പോവാം 2015. ഞാനപ്പം എന്നെ വിളിച്ച ദൈവദാസനോട് ചോദിച്ചു, ഇതാരാന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവരാണ്, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ആ സൈഡുകളെന്നൊക്കെ. ഇപ്പോൾ ഒരാളറിയാൻ ഒരു വിസ എടുത്ത് അവർക്കൊരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒന്ന് വന്നിട്ട് പോകുന്നവർ പറയും, നീ അടുത്തത് വയ്ക്കോ, ഇന്ന കുറേ ഫോൺ നമ്പറുകളും കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം, പലരും സങ്കടത്തോടും ഖേദകരമായി പറഞ്ഞിട്ടുണ്ട്,
ഒരാൾ ആരെങ്കിലും ഒന്ന് സഹായിക്കും. അവിടെയൊക്കെ നമുക്കറിയാം, വിദേശത്ത് ഞാനും കുറച്ച് വർഷം ജീവിച്ചാണ്, വളരെ ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടില്ലേ അവരൊക്കെ ജീവിക്കുന്നല്ലേ, കുഞ്ഞുങ്ങളെ വളർത്താനും പഠിപ്പിക്കാനും. ഇത് ഒരാൾ ചെന്നിട്ട് അടുത്ത ആളെ അഡ്രസ്സിൽ വിളിക്കുക, നമ്പർ വിളിക്കുക, അവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. വിദേശത്തൊക്കെ ഉള്ള ധാരാളം പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞുകൊണ്ട് അത് സന്തോഷത്തോടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തികളല്ല അവിടെ ചെല്ലുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ദാരിദ്ര്യം നമ്മൾ പറയുന്നതിന് പകരം ദൈവം എനിക്ക് വേണ്ടി കരുതും, ദൈവം എൻ്റെ കാര്യങ്ങൾ നടത്തും എന്ന് പറഞ്ഞാൽ ദൈവം നടത്തത്തില്ലയോ? ആ ദൈവദാസൻ പറഞ്ഞ് എനിക്കൊരു വീട് പോലും ദൈവം തന്നില്ലെന്ന്. ദൈവം കൊടുക്കാഞ്ഞതല്ല, അദ്ദേഹം എടുക്കാഞ്ഞതാണ്. അതിന് കണക്ട് ചെയ്തൊരു വചനം അറിയാവോ? യേശു പറയത്തില്ലയോ, ധനവാന് 2 മക്കള്, മുടിയനായ പുത്രൻ നഷ്ടപ്പെട്ട ഇപ്പൊ ദൂർത്തപുത്രന്റെ അതെ, അവിടെ ഒരു പുത്രൻ ഭവനത്തിൽ നിന്ന് പോകുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്ക് മൂത്ത സഹോദരൻ പറയുന്നു, എനിക്കൊരു ആട്ടിൻകുട്ടിയും പോലും തന്നില്ല, അവന് വേണ്ടിതാണ് കാളയെ ഇറക്കുന്നു എന്നൊക്കെ. ബ്രദറെ, ഞാനത് ഒത്തിരി പഠിച്ച് ധാരാളം വെളിപ്പാടിൽ പ്രസംഗിച്ച ഒരു സബ്ജക്റ്റ് അത്. ഈ മനുഷ്യനെ കുറിച്ച് വെളിയിൽ വരുമ്പോൾ, ഈ മൂത്തവൻ നമുക്കറിയാം വയലിൽ നിന്ന് വരുമ്പോൾ അവിടെ ശബ്ദം കേൾക്കുന്നു, പാട്ടും നൃത്തവും മേളോ എന്താണെന്ന് ചോദിച്ചു. വേലക്കാർ പറഞ്ഞുകൊണ്ട് നിന്റെ സഹോദരൻ എന്നാ പറഞ്ഞു, നിന്റെ സഹോദരൻ മടങ്ങി വന്നതിന് അപ്പൻ സന്തോഷിക്കും എന്നൊക്കെ. സന്തോഷം അറിയാലോ, വേദപുസ്തകത്തിലെ സന്തോഷം, നമ്മൾ പറഞ്ഞേക്കുന്ന സന്തോഷമൊന്നും വേണ്ട, നൃത്തം. അപ്പോൾ നഷ്ടപ്പെട്ടതിനെ കിട്ടുമ്പോൾ ആഘോഷമാണ് നടക്കുന്നത്. അപ്പോൾ അവൻ അവിടെ പടങ്ങി നിൽക്കുമ്പോൾ അപ്പൻ ഇറങ്ങി വരേണ്ടി വന്നു. അപ്പനോട് പറഞ്ഞു, ചങ്ങാതികളോട് ആനന്ദിക്കാൻ നീ എനിക്കൊരു ആട്ടിൻകുട്ടിയെ പോലും. ഇന്ന് നമ്മുടെ സഭയുടെ ഒരു പിക്ചറാണ്. ഈ ദൈവദാസൻ പറഞ്ഞ് എനിക്കൊരു വീട് പോലും ദൈവം തന്നില്ല. ശ്രദ്ധിക്കണം, അപ്പനോട് പറയുന്നുണ്ട്, അവൻ പറയാൻ പ്രാഗൽഭ്യമുണ്ട്. നിന്റെ കൽപ്പന ഞാൻ ഒരിക്കൽ പോലും ലംഘിച്ചിട്ടില്ല. ശരിയല്ലേ? കാര്യം അപ്പനോട് വീതം ചോദിക്കുന്ന തെറ്റാം. ഇളയവൻ ചോദിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇവന്റെ ഹൃദയം പെർഫെക്റ്റ് അല്ലാതെ. ഇന്നും നമ്മുടെ സഭകളുണ്ട്, ഇഷ്ടം പോലെ അങ്ങനെയുള്ളവരുണ്ട്. മൂത്ത സഹോദരനെ അവിടെ കാണുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, ഞാനിവിടെ വിശ്വസ്തനായി നിന്നു, ഇത്ര വർഷമായിട്ട് അവൻ താണ്ട് പിണങ്ങിപ്പോയി, എല്ലാം നശിപ്പിച്ചു, ഞാൻ വിശ്വസ്തനായിരുന്നു. ഇന്നും നമ്മൾ കാണുന്നതാണ്. ആ ശുശ്രൂഷകൻ പറഞ്ഞ പോലെ വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ താണ്ട് ഇത്രയും നാളായിട്ട് വിശ്വസ്തനായിട്ട് നിൽക്കുക, എനിക്ക് താണ്ട തന്നില്ല. അത് ഞാൻ പറയട്ടെ തോന്നുന്നു. ആ അപ്പൻ പറയുന്ന ഒരു വാക്കുണ്ട്, മകനെ നീ എന്നോടുകൂടെ എപ്പോഴുമുണ്ട്, എൻ്റേതെല്ലാം എൻ്റെ കണ്ണു തുറന്നൊരു കാര്യം ഞാൻ പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉടനെ ഞാനൊരു ദേവദാസൻ്റെ കീഴിൽ, അദ്ദേഹം അല്പം ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങും അദ്ദേഹം ദൈവിക നന്മകളും ഉണ്ടെന്ന് പഠിപ്പിക്കുന്നൊരു ദേവദാസന്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദർ നിങ്ങളൊരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എടുത്തില്ലേ അത്? ഞാൻ പറഞ്ഞില്ല സാക്ഷരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളി എന്നോട് പറഞ്ഞ വാക്ക്, കർത്താവ് വരുന്നിടം വരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. പോയി എടുക്കുക ബ്രദറെ, ക്രിസ്തുവിലെല്ലാം നൽകിയിരിക്കുക. ആ ഒരൊറ്റ വാക്കിൽ ഒരു വാഹനം ഞാൻ എടുത്ത് 5 പൈസ എൻ്റെ കാര്യമില്ലായിരുന്നു. പക്ഷെ കർത്താവ് അത് അടയ്ക്കാൻ തന്നു. ഇവൻ ആ മകനെന്നുള്ളൊരു ബോധ്യം ഈ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ, ഇവൻ അപ്പനോട് ചോദിക്കണോ, ചങ്ങാതികളോട് ആലോചിക്കാൻ, ഇവന് വീട്ടിലാണെങ്കിലും മകനെന്നുള്ള അധികാരം ഇവൻ അറിയത്തില്ലായിരുന്നു. ശ്രദ്ധിച്ചോ? അപ്പൊ ഇവൻ വീട്ടില. ഞാനിപ്പോൾ അടുത്ത കാലത്ത് തന്നെ ദൈവം തന്ന ചിന്ത ചെയ്താണ്, ഈ ഇളയ അവൻ അവിടുന്ന് വീതം ചോദിച്ച് പോകാനും കാരണം ഇവനാ. പലരും സഭയിൽ വന്നിട്ട് മറ്റുള്ളവർ പോകുന്ന കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഈ ക്യാരക്ടർ ഭയങ്കര പ്രശ്നം, കയ്പും. നിന്റെ സഹോദരൻ വന്നെന്ന് പറയുമ്പോൾ ഇവൻ അപ്പനോട് പറഞ്ഞതറിയോ, നിന്റെ ഇളയ മകൻ. അവൻ എന്താ പറയണ്ടേ? എൻ്റെ അനുജൻ എന്നല്ലേ പറയണ്ടേ? ഇപ്പം വീട്ടിൽ വന്ന് ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അമ്മ പറയും, മക്കളെ അടുക്കളയിൽ ഫുഡ് എടുത്ത് കഴിക്കും, മോനേന്. എൻ്റെ മോനാന്നെ അവന് നേരത്തെ ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് വന്ന് അധികാരത്തോടെ എൻ്റെ പേഴ്സ് എടുക്കുന്നു. കാരണം അവൻ മകനെന്നുള്ള രീതിയിലുള്ള അധികാരം, മകനെന്നുള്ള ഒരു വെളിപ്പാട് ലഭിക്കുന്ന ഒരു വ്യക്തി, ആ ദൈവിക അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ചോദിച്ചിട്ട്, എന്തിനാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്ന് വ്യവസ്ഥ എഴുതിയിരിക്കുന്നത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ഭൗതികമായ അനുഗ്രഹമായിരുന്നു, ആത്മീയ അനുഗ്രഹമായിരുന്നു. ആണോ? ആത്മീയ അനുഗ്രഹവും ഉണ്ട്. കാരണം വചനം പറയുന്നു, എബ്രായലേഖനം പറയുന്നുണ്ട്, അബ്രഹാം വാഗ്ദത്തത്തിന് അവകാശിയായ ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി. പക്ഷെ ഇവിടെ തൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, ഈ കുട്ടികളില്ലായിരുന്നു. ദൈവം എന്ത് ചെയ്തു? കുട്ടികളെ കൊടുത്തു. വെള്ളിയിലും പൊന്നിലും അബ്രഹാം ആരായിരുന്നു? സമ്പന്നനായിരുന്നു. ഇനിയും ആരുടെ മടിയിലാണ് ലാസർ ഇരിക്കുന്നത്? വേദപുസ്തകത്തിൽ ആരുടെ മടിയിലായിരിക്കും? ആ കർത്താവ് പറയുന്നിടത്ത്. അപ്പൊ ആ സമ്പന്നതയ്ക്ക് സ്വർഗരാജ്യത്തിൽ കയറാൻ തടസ്സമുണ്ടോ? ഇല്ല. അപ്പൊ എന്തിനാ ധനവാൻ സൂചിക്കുഴിയിലൂടെ കടക്കുന്നതും? ഞാനൊരു ഭാഗം തെളിയിക്കാനായിട്ടാണ് ഞാൻ നേരത്തെ ഒരു ഭാഗം പ്രൂവ് ചെയ്യാൻ വേണ്ടി തെളിയിക്കുന്നതും. നമ്മൾ ഒത്തിരി ധനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല, അവർ സംശയം ക്ലിയർ ചെയ്യുക. എന്തോ കാര്യം കൊണ്ടാണ്
ഈ ധനവാൻ സൂചിക്കുഴയിലൂടെ കയറുന്നതും ധനവാൻ സ്വർഗത്തിൽ അറിയാലോ, കർത്താവ് പറയുന്ന ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം പഠിച്ചു വെച്ചേക്കുന്ന നിർബന്ധം, അവൻ ധനവാനായതുകൊണ്ട് അവൻ നരകത്തിൽ പോയി, ഇവൻ ദരിദ്രനായതുകൊണ്ട് ഇവൻ സ്വർഗത്തിൽ പോയി. അപ്പൊ ആരുടെ മടിയിലായിരിക്കുന്ന? അബ്രഹാം എങ്ങനെ കയറി പറ്റിയവിടെ? അബ്രഹാമിനോട് എന്തെങ്കിലും പഴയ നിമിത്തം ദൈവം ഡീൽ ചെയ്യുന്നുണ്ടോ? നിനക്കുള്ളത് വിൽക്കാൻ പറയുന്നുണ്ടോ? എന്തെങ്കിലും? മോനെ മാത്രമല്ലേ ചോദിച്ച്. കാരണം അവൻ്റെ ശ്രദ്ധ കുഞ്ഞിലേക്ക് പോയപ്പോൾ, നീ സ്നേഹിക്കുന്ന ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഒരു ബാലൻസ് ലൈഫ് എന്ന് ഞാൻ പറഞ്ഞില്ലയോ? ഞാൻ ചോദിച്ചോട്ടെ ബ്രദറെ, ഒരു വചനം കൊരിന്ത്യരിൽ കിടപ്പുണ്ട്, 2 കൊരിന്ത്യർ 8:9. നിങ്ങൾ സകലതിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് സകല കൃപയും പെരുക്കാൻ ദൈവശക്തൻ. ഞാൻ ആ 3 ഒന്ന് തൊട്ടട്ടെ. 1, 2, 3 ഭാഗം. 1, ഗാഡ് ഈസ് ഏബിൾ ടു അബൗണ്ട് ഇൻ ഗ്രേസ്. അതായത് കൃപ പെരുക്കാൻ ദൈവശക്തി. എന്തിനാ കൃപ? എല്ലാത്തിലും പൂർണ്ണ തൃപ്തിയാന്ന് പറഞ്ഞാൽ കടഭാരമുള്ള ഒരാൾക്ക് പൂർണ്ണ തൃപ്തി വരുമോ? ഇല്ല, വരത്തില്ല. ഇന്ന് ബ്രദർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, ഇന്ന് വാഹനത്തിൻ്റെയോ വീടിൻ്റെയോ വാടകയായിരിക്കാം, അല്ലെ മറ്റ് വണ്ടിയുടെ EMI അടയ്ക്കാൻ, അല്ലെ എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖാന്തരം ഒരു പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യണം. ബ്രദറിനൊരു പൂർണ്ണ തൃപ്തിയുള്ള ആളെന്ന് പറയാനൊക്കൂ? വേദോസ്തവം പറയുന്നു, സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളിലും പെരുകി വരുമാർ. അബൗണ്ട് ഇൻ ഗുഡ് വർക്ക് എന്ന്, അബൗണ്ട് എന്നാ പറയുന്നത്. ആ പെരുകി വരണമെങ്കിൽ, സകല സൽപ്രവൃത്തിയിലും പെരുകി വരണമെങ്കിൽ എൻ്റെ ഇല്ല എനിക്ക് കൊടുക്കാനൊക്കൂ? ഉണ്മാനും ഉടുക്കാനും മതി എന്നുള്ള ചിന്തയായി എനിക്കെങ്കിൽ എനിക്കൊരാളെ സഹായിക്കാനൊക്കൂ? എനിക്ക് ഈ ഉടുപ്പ് മതി, എനിക്ക് ദൈവം ധാരാളം, എനിക്ക് വേറൊരാൾക്ക് കൊടുക്കാനൊക്കൂ? എൻ്റെ ഉണ്ടോ? അപ്പം മനോഭാവങ്ങളിൽ തൃപ്തി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നമുക്കെല്ലാം നൽകിയിരിക്കുന്നു.